ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതിയോട് അമ്മ വന്ന് വഴക്ക് പറയാണ്. ഇത്രയും കാലം സ്വന്തം മോനെ പോലെയല്ലേ നീ ധർമ്മനെ കണ്ടത്, എന്നിട്ടും നീ അവനെ ഒരു 25,000 രൂപയ്ക്ക് കള്ളനാക്കിയില്ലേ. അമ്മ ഇതൊന്നും പറഞ്ഞ് വിശ്വസിക്കരുത്. അവൻ പറയാനുള്ളത് മുഴുവനും ഞങ്ങൾ പറഞ്ഞു. ബാലടൻ ആരുടെ മുന്നിലും ഇത്രത്തോളം തരം താണു നിന്നിട്ടില്ല. എന്നിട്ടും അവൻ്റെ മുന്നിൽ ഒരു പട്ടിയെപ്പോലെ ഇന്നലെ വന്ന് കേണപേക്ഷിച്ചതാണ് അവനോട് തിരിച്ചു വരാൻ. പക്ഷേ അമ്മേ, ഒരു കാര്യം ഓർത്തോ, അവനെ നമ്മൾ ഇത്രത്തോളം സ്നേഹം കൊടുത്തിട്ടും അവന് ഞങ്ങളുടെ ഒരു ശാസനം അവനെ താങ്ങാൻ പറ്റുന്നില്ലെന്നാണോ അമ്മ പറയുന്നത്? എന്നാൽ പിന്നെ നീ നിൻ്റെ മക്കളോട് ചോദിക്കാൻ ഞാൻ എന്താ 25,000 രൂപ എവിടെയെന്ന് അവനോട് തന്നെ ചോദിച്ചെന്താണ്? അമ്മയ്ക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാരണം നമ്മുടെ മക്കളോടാണെങ്കിൽ നമ്മൾ ചോദിക്കുമല്ലോ, മേശപ്പുറത്തിരുന്ന പൈസ എന്തേ, അവിടെ ഇരുന്ന കാശ് എന്തേ നിങ്ങൾ എടുത്തോന്ന്. ആ സ്വാതന്ത്ര്യം വെച്ചാണ് പറഞ്ഞത്. എന്നിട്ടോ തിരിച്ച് കിട്ടിയതോ മതിയായി എനിക്ക് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അച്യുതൻ അങ്ങോട്ട് വരുവാട്ടോ. എന്താ ഇവിടെ സംസാരം? അയ്യോ, അമ്മയാണെങ്കിൽ ആകെ പേടിച്ചു പോയി കേട്ടോ. എടീ, അവിടെ ഒരുത്തനെ നീ പണ്ട് വിളിച്ചുകൊണ്ട് പോയി, എൻ്റെ അനിയനെ. എന്നിട്ടോ നീ കൊണ്ടിട്ട് മോനെ പോലെ വളർത്തിയെന്ന് വലിയ പ്രശസ്തിയോടെ പറഞ്ഞുകൊണ്ട് നടക്കണം നീ നിൻ്റെ ഭർത്താവും കൂടെ. എന്നിട്ട് അവസാനം എന്തായി? 25,000 രൂപ സ്വന്തമായിട്ട് എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ മേലെ കള്ളം ചേർത്താന്ന് വിചാരിച്ചു അല്ലേ? ഞങ്ങൾ വിട്ടു കൊടുക്കില്ലടി. എൻ്റെ അനിയനെ അങ്ങനെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ടടി പകരം ചോദിക്കാൻ. ഇതിനുള്ളതേ ബാലന് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഗോമതി അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. ഗോമതിയും തിരിച്ച് പറയുന്നുണ്ട്, അതെ, പകരം ചോദിക്കാൻ വരുമ്പോഴേ എൻ്റെ ആങ്ങളമാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെയുള്ളത് ഗോമതി സ്റ്റോർ ബാലനാണെന്ന് ഓർത്തോളണം. അദ്ദേഹത്തിനോടാണ് പകരം തീർക്കാൻ വേണ്ടി വരുന്നത്. അത് ഓർത്തിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. എന്താടി നിൻ്റെ ഭർത്താവ് ആരാടി ഇവിടുത്തെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുവാട്ടോ അച്ചുവേട്ടൻ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ധർമ്മൻ വന്ന്, അച്ചോട്ടാ മിണ്ടാതിരിക്കുക, വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ തടയുന്നുണ്ട്. അതുപോലെ വലിയൊരു ആപത്തിൽ ആര്യനും ഇത്രയും കൂടെ പെട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് മാത്രം പറയുന്നില്ല. പക്ഷേ കൃഷ്ണമംഗലത്തി ആരോ ആണ്. കാരണം നമ്മുടെ മിത്രയ്ക്ക് പോലീസിന് ഫിസിക്കൽ ട്രെയിനിങ്ങിനുള്ള പേപ്പർ വന്നല്ലോ. അതിന് പോവാതിരിക്കാൻ വേണ്ടി അലോകിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുലുമാല ഉണ്ടാക്കണമെന്ന് അച്യുതൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തോ കുരുക്കിൽ പെടുത്താണ് കേട്ടോ മിത്രേനെ. അത് അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്